ഇനി പേജ് 3 മൊഡ്യൂൾ 1 അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ട്. പൊളിറ്റിക്കൽ തോട്ടിനെ പഠിക്കാനുള്ള രീതികളും അപ്രോച്ചും സമീപനവും. രീതി, സമീപനം. പൊളിറ്റിക്കൽ സയൻസും അതുപോലെ പൊളിറ്റിക്കൽ ട്രൂത്തും, രാഷ്ട്രീയ സത്യം, എന്താ മനസ്സിലായില്ല, അതൊക്കെ പഠിക്കാൻ വേണ്ടി കൃത്യമായ പ്രൊസീജിയറുണ്ട്. പ്രൊസീജിയർ അഥവാ കൃത്യമായ നടപടിക്രമങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ഈ രീതികളെയാണ്, അഥവാ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനുള്ള രീതികളെയാണ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ സമീപനം, മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ രീതി, ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മലയാളം എളുപ്പവഴികൾ, അതിന് സ്ട്രാറ്റജീസ്, അതിൻ്റെതായ മര്യാദകൾ. സ്ട്രാറ്റജീസ് മലയാളം എന്താ? അഥവാ ഈ പഠന രീതിയെയാണ്, ആ നടപടിക്രമത്തെയാണ് അപ്രോച്ചസ് എന്നും മെത്തേഡ്സ് എന്നും ടെക്നിക്സ് എന്നും സ്ട്രാറ്റജീസ് എന്നൊക്കെ പറയുന്നത്. ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവത്തെ നോക്കിക്കാണുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നതുമായ ഒരു രീതിയാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. സംഭവത്തിൽ പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലാ വിഷയത്തിനും അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ അതിനെ വിശദീകരിക്കുക, അതിനാണ് അപ്രോച്ച് എന്ന് പറയുക. പക്ഷേ ഇവിടെ നമ്മൾ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ ഫിനോമിനൻ അഥവാ രാഷ്ട്രീയ സംഭവ വികാസം അല്ലെങ്കിൽ സമസ്യ എന്നൊക്കെ പറയും. രാഷ്ട്രീയ സമസ്യ എങ്ങനെയാണെന്ന് നോക്കിക്കാണുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്രോച്ചിൻ്റെ വാക്കർത്ഥം സമീപനം എന്നാണ്. ഈ സമീപനവും അതേപോലെ പഠന രീതിയുമൊക്കെ, പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് പഠിക്കുന്ന പഠന രീതികളും പഠന സമീപനങ്ങളൊക്കെ കുറേ ഉണ്ട്, വളരെയധികം ഉണ്ട്. മെനി എന്നാണ് പറഞ്ഞത്, വളരെയധികം രീതികളുണ്ട്. ഈ മൊത്തത്തിലുള്ള അപ്രോച്ചസിനെയും മെത്തേഡ്സിനെയും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് പാരമ്പര്യമായുള്ളത് അഥവാ പണ്ട് മുതലേ ഉള്ളത്, മറ്റൊന്ന് ആധുനികം അല്ലെങ്കിൽ ശാസ്ത്രീയം എന്നൊക്കെ പറയും. അപ്പോൾ പണ്ട് മുതലേ ഉള്ളത് എന്ന ഒരു കാറ്റഗറിയും അതുപോലെ ആധുനികം അഥവാ ശാസ്ത്രീയം ആയ കുറേ രീതികൾ എന്നുള്ളത് രണ്ടാമത്തെ കാറ്റഗറിയാണുള്ളത്. അങ്ങനെ രണ്ട് കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുകയാണ്, രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുക. അതിൽ ആദ്യത്തെ ട്രഡീഷണൽ പറയാം. ട്രഡീഷണൽ സമീപനം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും സ്പെക്കുലേറ്റീവാണ്. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഊഹാധിഷ്ഠിതവും അതേപോലെ തന്നെ നോർമാറ്റീവുമാണ്. അഥവാ വസ്തുതകൾക്കനുസരിച്ചല്ല, മറിച്ച് മറ്റൊന്നിനോട് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് തോതനുസരിച്ച് ആനുപാതികം എന്നൊക്കെ വേണം പറയാം. അതേസമയം ആധുനിക രീതി എന്ന് പറഞ്ഞാൽ അത് വസ്തുനിഷ്ഠമായതും ശാസ്ത്രീയവുമായതാണ്. വസ്തുനിഷ്ഠമല്ല, പ്രായോഗികവും ശാസ്ത്രീയവുമായ രീതിയാണ് ആധുനിക സമീപനം. അതേസമയം പാരമ്പര്യമായുള്ള സമീപനം എന്ന് പറഞ്ഞാൽ അത് ഊഹത്തിലടിസ്ഥിതമായതാണ്. അതുപോലെ പാരമ്പര്യമായുള്ള ട്രഡീഷണൽ രീതി ഉണ്ടല്ലോ, ആ രീതി പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത് മൂല്യങ്ങൾക്കാണ്, വസ്തുതകൾക്കല്ല. ഈ ട്രഡീഷണലായിട്ട് അഥവാ പാരമ്പര്യമായിട്ടുള്ള രീതിയെക്കുറിച്ച് വാദിക്കുന്ന, അതാണ് നല്ല രീതി എന്ന് വാദിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് പ്യുവർ സയൻറ്റിഫിക് ആവാൻ പാടില്ല, പൂർണ്ണ ശാസ്ത്രീയമാവാൻ പാടില്ല. കാരണം അവർ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം ഇതാണ്, പൂർണ്ണമായ ശാസ്ത്രീയമാവാനേ പാടില്ല രാഷ്ട്രീയ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് അവർ പറയുന്നു. ആ പാരമ്പര്യമായുള്ള സമീപനം എന്നുള്ളത് 4ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ പാരമ്പര്യ രീതിയെ തന്നെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ഫിലോസഫിക്കൽ അപ്രോച്ചാണ്, അഥവാ തത്വാധിഷ്ഠിതമായ അപ്രോച്ച്. മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അഥവാ ചരിത്രപരമായ അപ്രോച്ച്. മറ്റൊന്ന് ലീഗൽ അപ്രോച്ച് അഥവാ നിയമപരമായിട്ടുള്ള സമീപനം. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അഥവാ സ്ഥാപനപരമായിട്ടുള്ള സമീപനം. അതിനെ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ചില പ്രത്യേകതകൾ പറയാണ്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ പണ്ട് മുതലേ ഉള്ള ആ സമീപനം, അതാണ് ട്രഡീഷണൽ അപ്രോച്ച്. അതിൻ്റെ ചില പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സായി പറയുന്നത്, പ്രത്യേകതയായി പറയുന്നത്
ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് മിക്കതും മാനദണ്ഡത്തിന് അടിസ്ഥാനമായിട്ടാണ്. ഏതെങ്കിലും ശാസ്ത്രീയമായ ശാസ്ത്രീയമായ തത്വങ്ങൾക്ക് അടിസ്ഥാനമായല്ല, മറിച്ച് ഇന്ന മാനദണ്ഡത്തിന് അടിസ്ഥാനമായിരിക്കണം എന്നൊരു വിധത്തിലുള്ള നോർമാറ്റീവ് രീതിയാണ്. അതുപോലെ തന്നെ അത് രാഷ്ട്രീയത്തിൻ്റെ മൂല്യത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകതയായി പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്നല്ല, മറിച്ച് അതിൻ്റെ സ്വഭാവം അഥവാ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ സ്വഭാവം, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം. ഇനി രണ്ടാമത്തെ സ്വഭാവമായി പറഞ്ഞിരിക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളത് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് കൂടുതലായി ഊന്നൽ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സായി പറഞ്ഞിരിക്കുന്നത് ഈ ട്രഡീഷണൽ രീതി എന്നത് വളരെ കുറഞ്ഞ രൂപത്തിലെ തത്വങ്ങളിലേക്കും അതുപോലെ ഗവേഷണത്തിലേക്കും രാഷ്ട്രീയത്തെ ബന്ധിപ്പിക്കുന്നത്. അഥവാ ഈ പഠനം നടത്തുമ്പോൾ കുറേ തത്വങ്ങൾ തിയറീസ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അത് ഗവേഷണം ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു പരിശ്രമവും ഇതിൽ നടത്തുന്നില്ല. ഇതിൽ ആ പാരമ്പര്യമായി വന്ന ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പഠനം നടത്തുക എന്നുള്ളതാണ് ട്രഡീഷണൽ രീതി. അല്ലാതെ ഏതെങ്കിലും തിയറിയുമായി ബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പരിശ്രമത്തിന് ഒരു പരിശ്രമം നൽകുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്നേ ഇല്ല എന്നർത്ഥം. മറ്റൊരു സ്വഭാവമായിട്ട് പറയുന്നത് രാഷ്ട്രീയ പഠനം അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ഒരു കാരണവശാലും ശാസ്ത്രീയമാവാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയാൻ കാരണം ഫാക്റ്റുകളും മൂല്യങ്ങളും പരസ്പരം വളരെ അധികം ബന്ധപ്പെട്ടതാണ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകളും മൂല്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്ന് ബന്ധിച്ചതാണ് എന്നാണ് ഈ ട്രഡീഷണൽ അപ്രോച്ചുകൾ പറയുന്നത്. അതുകൊണ്ട് മൂല്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ തത്വങ്ങളും പഠിച്ചല്ലോ, ഫാക്റ്റുകളും പഠിച്ചല്ലോ, വസ്തുതകളും പഠിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഒരു ശാസ്ത്രീയമായി പഠനം നടത്തേണ്ടത് എന്നതാണ് ട്രഡീഷണൽ അപ്രോച്ചുകാർ പറയുന്നത്. ഇനി ട്രഡീഷണൽ അപ്രോച്ച് തന്നെ നേരത്തെ പറഞ്ഞു പല ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട്, അഥവാ തത്വശാസ്ത്രാധിഷ്ഠിതമായ അപ്രോച്ച് ഉണ്ട്, ചരിത്രപരമായ അപ്രോച്ച് ഉണ്ട്, നിയമപരമായ അപ്രോച്ച് ഉണ്ട്, അതുപോലെ സ്ഥാപനപരമായ അപ്രോച്ച് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പേജ് 3 ഉള്ളത്, പേജ് 4 ടൈപ്സ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച്. ഒന്നാമതായി ഫിലോസഫിക്കൽ അപ്രോച്ചാണ് നമ്മൾ നോക്കുന്നത്, അഥവാ തത്വാധിഷ്ഠിതമായ സമീപനം. പൊളിറ്റിക്സിനെ പഠിക്കാനുള്ള ഏറ്റവും പഴയ സമീപനമാണ് ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇതിന് പല പേരിൽ അറിയപ്പെടലുണ്ട്. സ്പെക്യുലേറ്റീവ് എന്നറിയപ്പെടാറുണ്ട്. സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഊഹാധിഷ്ഠിതമായെന്ന് അറിയപ്പെടാറുണ്ട്. മെറ്റാഫിസിക്കൽ എന്നറിയപ്പെടലുണ്ട്. അർത്ഥം തന്നെ ഭാവനാത്മകമായത് എന്നൊക്കെ അർത്ഥം. എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നുണ്ട്. എത്തിക്കൽ എന്ന് പറഞ്ഞാലും അത് തന്നെ മൂല്യത്തിന് അടിസ്ഥാനമായത്. ഇങ്ങനെയൊക്കെ ഫിലോസഫിക്കൽ അപ്രോച്ചിന് പറയലുണ്ട്. ഒരു നല്ല സ്റ്റേറ്റ് ആവാൻ, അതുപോലെ നീതിയുക്തമായ സ്റ്റേറ്റ് ആവാൻ, അഥവാ നല്ല സ്റ്റേറ്റ് ആവാൻ, നല്ല സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം എന്നാണ്, നല്ല രാജ്യമാവാൻ വളരെ അത്യാവശ്യമായി പരിഗണിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട്, ആഗോള രാഷ്ട്രീയ മൂല്യങ്ങൾ. ആ മൂല്യങ്ങളുടെ പ്രതിഫലനം, ആ മൂല്യങ്ങൾ വേണമെങ്കിൽ ആ മൂല്യങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൂല്യങ്ങളുടെ തത്വചിന്തകൾ പൊളിറ്റിക്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അഥവാ നല്ല രാജ്യം, അതുപോലെ നീതിയുക്തമായ രാജ്യം എന്നിവ ഉണ്ടാവണമെങ്കിൽ ചില പ്രത്യേകമായ രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട്. അത് ആഗോളതലത്തിലൊക്കെ ആവശ്യമായ രാഷ്ട്രീയ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പഠനത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ രാഷ്ട്രീയ സംഭവവികാസങ്ങളുണ്ടാകുന്നുണ്ട്. ആ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ശാസ്ത്രീയമായും അതുപോലെ യുക്തിപരമായും പഠനം നടത്തി അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന്, ഓരോ സംഭവങ്ങളുടെയും രാഷ്ട്രീയപരമായ സംഭവങ്ങൾ നടക്കലുണ്ടല്ലോ, ആ സംഭവങ്ങളുടെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കലാണ്, അല്ലെങ്കിൽ അനന്തരഫലം ഇത്രയാണ് എന്ന് കണക്കാക്കലാണ് ഈ രീതിയുടെ ട്രഡീഷണൽ രീതി എന്ന് പറഞ്ഞാൽ പോരാ, ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാന ഉദ്ദേശം. അഥവാ ഓരോ സംഭവവികാസങ്ങളുടെയും അനന്തരഫലം എത്രത്തോളമാണ്, അതിൻ്റെ കോൺസിക്വൻസ് എത്രത്തോളമാണ്
എന്ന് മനസ്സിലാക്കിയെടുക്കലാണ് ഫിലോസഫിക്കൽ അപ്രോച്ചിൻ്റെ ലക്ഷ്യം. പ്ലാറ്റോയും അരിസ്റ്റോട്ടിലുമാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന സമീപനം തുടങ്ങിവെച്ചത്. ഒരു മാതൃകാപരമായ സമൂഹത്തിൻ്റെ പ്രത്യേകത സ്വഭാവങ്ങളും അതിൻ്റെ പ്രകൃതവും എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതാണ് പ്ലാറ്റോൻ്റെ എഴുത്തിലെ മിക്ക ഭാഗങ്ങളും. അഥവാ പ്ലാറ്റോ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. ആ പുസ്തകങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ആശയം വരുന്നത് ഒരു ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ മാതൃകാപരമായ സമൂഹത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ പ്രകൃതം എന്താണ് എന്ന് വിശദീകരിക്കാനായിരുന്നു. ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് വളരെ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളും ഫാക്റ്റുകളും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അഥവാ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുതകളിൽ നിന്ന് മൂല്യങ്ങളെ അടർത്തി മാറ്റാനേ കഴിയുകയില്ല. എപ്പോഴും മൂല്യങ്ങളുണ്ടോ അവിടെ വസ്തുതകളുണ്ടായിരിക്കും, വസ്തുതകളുണ്ടോ അവിടെ മൂല്യങ്ങളുണ്ടായിരിക്കും എന്നതാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് പറയുന്നത്. രാജ്യത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും മനുഷ്യന്മാരുടെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചും പഠനം നടത്തുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളും ചില പ്രത്യേക മൂല്യങ്ങളും ചില പ്രത്യേക സത്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു, സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അഥവാ മനുഷ്യന്മാരുടെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഫിലോസഫിക്കൽ അപ്രോച്ചും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അഥവാ ചില ലക്ഷ്യങ്ങളായ ഇവിടെ നീതി, അവകാശങ്ങൾ, അതുപോലെ നന്മ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഫിലോസഫിക്കൽ അപ്രോച്ചും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നുള്ളത് എത്തിക്സുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എത്തിക്സ് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഈ അപ്രോച്ചിനെ ശക്തമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതന്നെ ഊഹത്തിൽ മാത്രം അടിസ്ഥാനമായുള്ള ഒരു കാര്യമായതുകൊണ്ട് ഈ അപ്രോച്ചിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്, വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അപ്രോച്ചിനെ കൂടുതലായി പിന്താങ്ങി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ലിയോ സ്ട്രോസ് തുടങ്ങിയ ആൾക്കാരാണ്. ഇനി നമ്മൾ പോകുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ്. അഥവാ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പൊളിറ്റിക്കൽ തോട്ടിനെ പഠിക്കുമ്പോൾ അതിലെ രണ്ടാമത്തെ രീതിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ചരിത്രപരമായ സമീപനം എന്ന് പറയാം. ഇത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു രാഷ്ട്രീയ ചിന്താഗതി എന്നതിനെ മനസ്സിലാക്കാനുള്ള ഒരു വെളിച്ചം വീശലാണ്. അഥവാ രാഷ്ട്രീയ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതേപോലെ അത് ഇവിടെ എങ്ങനെയാണ് വികസിച്ച് വന്നത് എന്നതിനെക്കുറിച്ചുള്ള കഴിഞ്ഞുപോയ ആ ചരിത്രത്തെക്കുറിച്ച് പഠിക്കലാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലൂടെ നടത്തുന്നത്. ഓരോ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ചരിത്രത്തെയും പഠനം നടത്തുന്നതിനാണ് ഇത് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതിലൂടെ ഓരോ അവസ്ഥയെയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അഥവാ പഴയ കാലത്തുണ്ടായ ഓരോ സംഭവവികാസങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ രീതിയിൽ പഠനം നടത്തുന്നു. അങ്ങനെ ഇപ്പോഴുണ്ടാകുന്ന ഓരോ സന്ദർഭത്തിനെയും വിശകലനം ചെയ്യാനും ശ്രമിക്കുന്നു. ഇതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് പഠനം നടത്തുന്നത് വ്യക്തികളുടെ ഈ രാഷ്ട്രീയപരമായ പങ്കും അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ നേട്ടങ്ങളും അവരുടെ പരാജയങ്ങളും തുടങ്ങിയ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അഥവാ പഴയകാലത്ത് ഇന്നയാൾ രാഷ്ട്രീയപരമായി ഇന്ന് പ്രവർത്തിച്ചപ്പോൾ അത് ഇന്ന് സംഭവിച്ചു, ഇനി ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന ഭാവിയിലേക്കുള്ള സൂചനകൾ നൽകാൻ വേണ്ടിയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലൂടെ പഠനം നടത്തുന്നത്. ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ സമസ്യകളെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, രാഷ്ട്രീയ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രപരമായ ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഈ പഴയ കാലത്തുള്ള ആ ചരിത്ര പഠനം
ഇപ്പോഴത്തെ കാലത്തെ വിഷയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ വിമർശിക്കുന്ന വിമർശകരുണ്ട്. അവർ പറയുന്നത് ചരിത്രപരമായി ഇങ്ങനെ ഇതിന് തുല്യമായ ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു, അന്ന് പ്രശ്നം സോൾവ് ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്നത് നല്ലതാണ് എങ്കിലും അത് മിസ്ലീഡിങ് ആയേക്കാം. എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതുമായേക്കാം, അഥവാ തെറ്റായ മാർഗമായേക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം ചരിത്രപരമായ രീതിയിൽ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് വെറും പുറമോടി മാത്രം നോക്കി ചെയ്യുന്ന രൂപത്തിലായി പോവും. ഇതിനെ വിമർശിച്ച ഒരാളാണ് അലൻ ബോൾ. അദ്ദേഹം പറയുന്നത് ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന രീതിയിൽ പഠനം നടത്തുകയാണെങ്കിൽ, അഥവാ രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത് ചില വ്യക്തികളുടെ മഹത്തായ സംഭവങ്ങളും മഹത്തായ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും. ചില മഹത്തായ മനുഷ്യന്മാരുടെ ചരിത്രമോ അല്ലെങ്കിൽ മഹത്തായ സംഭവത്തെക്കുറിച്ചായിരിക്കും രാഷ്ട്രീയ ചരിത്രം പറയുന്നത്. പക്ഷേ അത് എന്തിനെക്കുറിച്ച് പറയുന്നില്ല എന്നറിയോ? ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. അഥവാ ചില സംഭവങ്ങളിലേക്കും ചില വ്യക്തികളിലേക്കും മാത്രമായി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലൂടെ നോക്കുകയാണെങ്കിൽ. അല്ലാതെ ആ സമൂഹത്തിലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം അവിടെ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയാണ് അലൻ ബോൾ എന്നയാൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ അനുകൂലിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ആൾക്കാരാണ് മാക്യവല്ലി, അതുപോലെ സബൈൻ, അതുപോലെ ഡണ്ണിങ്. ഇവരൊക്കെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിന് പ്രാധാന്യം കൊടുത്ത വ്യക്തികളാണ്. അഥവാ പാരമ്പര്യപരമായ രാഷ്ട്രീയ ചിന്തയെ പഠനം നടത്തുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലൂടെ ആവണം എന്ന് പറഞ്ഞ കൂട്ടക്കാരാണ് ഈ 4 പേര്. ഇനി നമ്മൾ ലീഗൽ അപ്രോച്ചിലേക്കാണ് പോകുന്നത്. അഥവാ നിയമാധിഷ്ഠിതമായ സമീപനം. രാഷ്ട്രീയപരമായി ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിയമപരമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ നിയമപരമായ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ലീഗൽ അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപരമായി കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠനം നടത്തലാണ് ലീഗൽ അപ്രോച്ചിലൂടെ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ഉദ്ദേശിക്കുന്നത് ക്രമസമാധാനം എന്ന് പറയാം, അല്ലെങ്കിൽ നിയമങ്ങളും നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ചട്ടങ്ങളും ക്രമസമാധാനം എന്ന് പറയാം. അത് നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ് പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ ക്രമസമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുന്ന വിഷയത്തിൽ നീതിന്യായ വിഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കുന്നുണ്ടോ അതിനനുസരിച്ച് വിധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ കോടതിയും അഥവാ നീതിന്യായ വ്യവസ്ഥയും വേണമല്ലോ. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ. അതുകൊണ്ട് തന്നെ നിയമപരമായ സ്ഥാപനങ്ങളെക്കുറിച്ച്, പ്രധാനമായും കോടതി കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ, ഇതിനെക്കുറിച്ച് പഠനം നടത്തൽ അത്യാവശ്യമാണ്. ഈ അപ്രോച്ച് പ്രകാരം, അഥവാ ലീഗൽ അപ്രോച്ച് പ്രകാരം, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിയമങ്ങൾ നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള പ്രഥമ പ്രവർത്തനം ചെയ്യേണ്ടവരാണ്, അഥവാ മുഖ്യ പ്രവർത്തനം ചെയ്യേണ്ടവരാണ് സ്റ്റേറ്റ് എന്നാണ് ലീഗൽ അപ്രോച്ചിലൂടെ പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ അപ്രോച്ചർ പറയുന്ന പ്രകാരം ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുക, അത് കൃത്യമായി നടപ്പിലാക്കുക, ഇതിനു വേണ്ടി പ്രഥമ പരിഗണന കൊടുക്കേണ്ട വിഭാഗമാണ് സ്റ്റേറ്റ് എന്നാണ് ലീഗൽ അപ്രോച്ചർ പറയുന്നത്. പക്ഷേ ഇതിനെയും ശക്തമായി വിമർശിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാട് മാത്രമേ ലീഗൽ അപ്രോച്ചിൽ ഉള്ളൂ. കാരണം അവർ നിയമം മാത്രമല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ, നിയമവും നിയമാടിസ്ഥാനമായ സ്ഥാപനങ്ങളും. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കാഴ്ചപ്പാട് മാത്രമേ ഈ അപ്രോച്ചിനുള്ളൂ എന്നാണ് ഒരു വിമർശനം. അഥവാ ലോ ആൻഡ് ഓർഡർ ഇവിടെ നടപ്പിലാക്കുക എന്നത് മാത്രമല്ല, അതുകൂടാതെ
നിരവധി പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിനുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് ലീഗൽ കാര്യങ്ങൾ മാത്രമായി പഠനം നടത്തുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പഠനം നടത്തൽ വരൂ എന്നാണ് ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത്. ഇനി ഒരു വ്യക്തിയുടെ ജീവിതം എടുത്താലും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളുള്ളതിൽ ആകെ ഒന്ന് മാത്രമാണ് നിയമങ്ങൾ അല്ലെങ്കിൽ ലോതന നിയമങ്ങൾ എന്നാണ് ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത്. ആ വ്യക്തിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയെ പഠനം നടത്തുന്നത് ഈ രീതിയിൽ നടക്കില്ല. അയാളുടെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ ഒരു കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ലീഗൽ അപ്രോച്ചിലൂടെ. എന്നാലും ഈ ലീഗൽ അപ്രോച്ചിന് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ട്രഡീഷണൽ പൊളിറ്റിക്സ് പഠനം നടത്തേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് സീസറോ, അതുപോലെ ജീൻ ബോഡിൻ, അതുപോലെ ജോൺ ഓസ്റ്റിൻ തുടങ്ങിയവരൊക്കെ ലീഗൽ അപ്രോച്ചിലൂടെ ട്രഡീഷണൽ പൊളിറ്റിക്കൽ തോട്ട് അഥവാ പാരമ്പര്യ രാഷ്ട്രീയ ചിന്തയെ പഠനം നടത്താം എന്ന് പറഞ്ഞ കൂട്ടക്കാരാണ്. നമ്മൾ 5 പേജ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് അഥവാ സ്ഥാപനപരമായ സമീപനം. നമ്മൾ പാരമ്പര്യമായ പൊളിറ്റിക്കൽ ചിന്തയെക്കുറിച്ചുള്ള പഠനം നടത്താനാണ് പോകുന്നത്. അതിനെ പല രൂപത്തിൽ പഠനം നടത്താമെന്ന് പറഞ്ഞു. അതിലൊന്നാണ് 4ാമത്തെ രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇതിനെ സ്ട്രക്ചറൽ അപ്രോച്ച് അഥവാ ഘടനാപരമായ സമീപനം എന്നുകൂടി പറയുന്നുണ്ട്. അഥവാ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഘടകങ്ങളായ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ, അതുപോലെ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ സഭ വിഭാഗം, അതുപോലെ ജുഡീഷ്യറി നീതിന്യായ വിഭാഗം, ഈ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഇവയൊക്കെയാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇവയാണ്, ഈ 3ആണ്. അവയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പഠനമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ 3 ഘടനയാണുള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇങ്ങനെ ഈ 3 രാഷ്ട്രീയ ഘടകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഘടനയെക്കുറിച്ചുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ പഠനം നടത്തുന്നത്. ഇത് 3മാണ് ഔദ്യോഗിക ഘടന കേട്ടോ. ഇതുകൂടാതെ അനൗദ്യോഗിക ഘടനകളെക്കുറിച്ചും പഠനം നടത്തുന്നുണ്ട്. അങ്ങനെ 2 ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഘടനകളെക്കുറിച്ച് പഠനം നടത്തി താരതമ്യ പഠനത്തിനും കൂടി പ്രോത്സാഹനം നൽകുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ നടത്തുന്നത്. പക്ഷേ ഇതിനെയും വിമർശിക്കുന്നുണ്ട്. ഇതിന് പ്രധാന വിമർശനം നടത്തുന്നത് വെറും ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സ്ഥാപനങ്ങളെക്കുറിച്ച് മാത്രമേ പഠനം നടത്തുന്നുള്ളൂ, വ്യക്തികളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അനൗദ്യോഗികവും ഔദ്യോഗികവുമായ രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്, അല്ലാതെ വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചോ മറ്റോ പഠനം നടത്തുന്നില്ല, അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിനെതിരെ നടന്ന വിമർശനം. എന്നാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ആശയത്തെ പിന്താങ്ങുന്ന ഈ അപ്രോച്ചിനെ പിന്താങ്ങുന്ന ആൾക്കാരാണ് ഹാരോൾഡ് ലാസ്കി, ആർതർ ബെൻഡ്ലെ ആൻഡ് ജെയിംസ് ബ്രൈസ് എന്നീ ആൾക്കാർ. ഇവരൊക്കെ ഈ അപ്രോച്ചിനെ പിന്താങ്ങിയ കൂട്ടക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരു അപ്രോച്ച് അഥവാ പൊളിറ്റിക്കൽ തോട്ട് പഠിക്കാനുള്ള ഒരു അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് കഴിഞ്ഞു. അതിൻ്റെ 4 ടൈപ്പുകളും കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ നോക്കുന്നത് മോഡേൺ അപ്രോച്ചാണ്. അത് നമ്മൾ 6ാമത്തെ പേജിലാണ്. അടുത്ത ക്ലിപ്പിൽ നോക്കാം.